ഹലോ അമ്മ, ഞാൻ ഫ്ലൈറ്റിൽ കയറിയിട്ടോ. ഫ്ലൈറ്റ് എടുക്കാറായി. കടങ്ങളെക്കുറിച്ചൊന്നും അമ്മ വിഷമിക്കണ്ട കേട്ടോ. എല്ലാം ഉടനെ ശരിയാക്കാം. ഈ വർഷം തന്നെ നമ്മുടെ പുതിയ വീടിൻ്റെ പണി പൂർത്തിയാക്കും. എല്ലാം തീർത്ത് കഴിഞ്ഞാൽ ഞാൻ പെട്ടെന്ന് തിരിച്ചു വരാം. കുട്ടികളെ നന്നായി നോക്കണേ. അവിടെ ചെന്നിട്ട് വിളിക്കാട്ടോ അമ്മേ. Ladies and gentlemen, this is your captain speaking. On behalf of the entire crew, I'd like to welcome you aboard. Thanks for flying with us today. അഹമ്മദാബാദിൽ യാത്രാ വിമാനം തകർന്നു വീണു എന്നുള്ള വാർത്ത ഇപ്പോഴെത്തുന്നു. അതിന് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാകേണ്ടതുണ്ട്. രാജ്യത്ത് നടുക്കി ഗുജറാത്തിലെ അഹമ്മദാബാദിൽ വിമാന ദുരന്തം. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോകുകയായിരുന്ന എയർ ഇന്ത്യ വിമാനത്തിലെ 241 പേർ മരിച്ചു. ഒരാൾ രക്ഷപ്പെട്ടെന്ന് പോലീസ് അറിയിച്ചു. അഹമ്മദാബാദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന ഉടൻ വിമാനം തകർന്നു വീഴുകയായിരുന്നു. വിമാനം ഇടിച്ചിറങ്ങിയ ഹോസ്റ്റൽ തകർന്ന് 5 മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. അവർ അമ്മമാരായിരുന്നു, അച്ഛന്മാരായിരുന്നു, കുട്ടികളായിരുന്നു. സ്വപ്നങ്ങളും വാഗ്ദാനങ്ങളും പൂർത്തിയാക്കാത്ത കഥകളും വഹിച്ചുകൊണ്ടുള്ള യാത്രക്കാർ. ചിലർ പ്രതീക്ഷ കണ്ടെത്തുകയായിരുന്നു, മറ്റുള്ളവർ സന്തോഷത്തിലേക്ക് മടങ്ങുകയായിരുന്നു. അവർക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു, കടങ്ങൾ പൂർത്തിയാക്കാൻ ഒരു പുതിയ വീട്, വീണ്ടും ഒന്നിക്കാൻ ഒരു കുടുംബം. വിമാനാപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ആളുകളെ നമുക്കൊരു നിമിഷം ഓർമ്മിക്കാം. ആകാശം എപ്പോഴും സുരക്ഷിതമായിരിക്കട്ടെ. യാത്രകൾ പൂർത്തീകരിക്കപ്പെടട്ടെ. ഇത്തരം ദുരന്തങ്ങൾ ഇനി ഒരിക്കലും ആവർത്തിക്കാതിരിക്കട്ടെ.